Hi everyone, welcome to my YouTube channel. I'm Sana Soji. So ഇന്ന് നമ്മൾ ബിസിനസ് കമ്മ്യൂണിക്കേഷനിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ടോപ്പിക് നമ്മൾ അതിൻ്റെ ഇത്രയും ടോപ്പിക്സ് ആണ് നോക്കാൻ പോകുന്നത് ഇന്ന്. ഫസ്റ്റ് ടോപ്പിക്കാണ് വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ it is the process by which we exchange meanings, facts, ideas, opinions or emotions with each other. കമ്മ്യൂണിക്കേറ്റ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് കമ്മ്യൂണിക്കേറ്റ് എന്ന കമ്മ്യൂണിക്കേഷൻ എന്ന വേർഡ് വന്നിരിക്കുന്നത്. അതിൻ്റെ മീനിങ് ആണ് ടു ഷെയർ. അപ്പോൾ വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ്റെ നമുക്ക് കിട്ടിയല്ലോ. കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് വി എക്സ്ചേഞ്ച് മീനിങ്സ്, ഫാക്ട്സ്, ഐഡിയാസ്, ഒപ്പീനിയൻസ് ഓർ ഇമോഷൻസ് വിത്ത് അതർ പീപ്പിൾ. സോ what is communication is over. Now next, process of communication. Process of communication നമുക്ക് കുറച്ച് സ്റ്റെപ്പുകളായിട്ടാണ് നടക്കുന്നത്. പറഞ്ഞുതരാം. ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് സെൻഡർ. ദാറ്റ് മീൻസ് മെസ്സേജ് അയക്കുന്ന ആൾ. ദെൻ എൻകോഡിങ്. അതായത് നമ്മൾ ഏത് രീതിയിൽ വേണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വേണം എന്നുള്ള ആ മെത്തേഡ് സെലക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് എൻകോഡിങ്. ദെൻ നമ്മുടെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ സിഗ്നൽസ് ദാറ്റ് ട്രിഗേഴ്സ് ദ റെസ്പോൺസ് ഓഫ് റിസീവർ. ദെൻ അത് ഒരു ചാനൽ മീൻസ് ചൂസിങ് ദ ചാനൽ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് റിസീവർ. അതായത് ഒരു എന്താ പറയുക, നമ്മൾ പറയുന്ന ആളും തിരിച്ച് പറയുന്ന ആളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അനുസരിച്ച് നമ്മൾ ഏത് രീതിയിൽ പറയണമെന്ന മെത്തേഡ് തീരുമാനിക്കുന്നത്. അതാണ് ചാനലിൽ വരിക. ഇനി അടുത്ത തന്നെയാണ് റിസീവർ. റിസീവറിൽ എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, മെസ്സേജ് റിസീവ് ചെയ്യുന്ന ആൾ അതെന്ത് ചെയ്യും, ഡീകോഡിങ്. എന്നിട്ട് നമ്മൾ ഈ ഡീകോഡ് ചെയ്തത് തിരിച്ച് പറയില്ലേ, അതിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയുക. സോ ഇതാണ് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സെൻഡർ, എൻകോഡിങ്, മെസ്സേജ്, ചാനൽ, റിസീവർ, ഡീകോഡിങ്, ദെൻ ഫീഡ്ബാക്ക്. ഇതിൽ മെസ്സേജും ചാനലും റിസീവർ ഈ 3 സ്റ്റേജിലാണ് നമുക്ക് നോയ്സ് ഉണ്ടാവുക. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത്. ഇനി അടുത്ത തന്നെയാണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. മെയിൻലി നമ്മൾ 5 ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആണ് ഉള്ളത്. അതായത് ഇൻട്രാപേഴ്സണൽ, ഇൻട്രാ, എക്സ്ട്രാ, ഗ്രൂപ്പ് ആൻഡ് മാസ്. ഇൻ്റർപേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്വീൻ 2 or more പീപ്പിൾ. ഇൻട്രാപേഴ്സണലോ വിത്തിൻ ദംസെൽസ്. ഇനി എക്സ്ട്രാ പേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂമൻസ് അല്ലാത്ത, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആനിമൽസിനോട് അല്ലെങ്കിൽ പെറ്റ്സിനോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരില്ലേ, അതൊക്കെയാണ് എക്സ്ട്രാ പേഴ്സണലിൽ വരിക. ഇനി ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളായിട്ട് സംസാരിക്കുക, അവരായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ആ ഒരു രീതിയൊക്കെയാണ് നമ്മൾ ഗ്രൂപ്പിൽ വരുന്നത്. നെക്സ്റ്റ് വന്നാണ് മാസ്. അതായത് ബുക്ക്, ജേർണൽസ്, TV, ന്യൂസ് പേപ്പേഴ്സ്, അതിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അല്ല നടക്കുന്നത്, ബട്ട് അതും ഒരു കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ 5 ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണുള്ളത്. ഇൻ്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ, എക്സ്ട്രാ പേഴ്സണൽ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ. സോ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനും കഴിഞ്ഞു. നെക്സ്റ്റ് തന്നെയാണ് റീഡിങ്ങും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റീഡിങ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? റീഡിങ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ്. ഇനി ടൈപ്സ് ഓഫ് റീഡിങ്ങിന് നമുക്ക് 4 ടൈപ്സ് ഉണ്ട്. ദേ ആർ സ്കിമ്മിങ്, സ്കാനിങ്, ഇൻറ്റൻസീവ് റീഡിങ്, എക്സ്റ്റെൻസീവ് റീഡിങ്. അതായത് സ്കിമ്മിങ് കൊണ്ട് മീൻ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ക്വിക്കായിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഓക്കെ ഇത് അങ്ങനെ പെട്ടെന്ന് വായിച്ചുകൊണ്ട് ഒരു ക്വിക്കായിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ സ്കിമ്മിങ് വരുന്നത്. ഇനി അടുത്തത് തന്നെയാണ് സ്കാനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വേർഡ്, നമ്മൾ ഒരു ബുക്ക് എടുത്തിട്ട് ഇന്നൊരു വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ ആ ഒരു വേർഡിനെ ആയിരിക്കും മെയിൻലി നമ്മൾ എവിടെയാണെന്ന് ഇങ്ങനെ തപ്പി നോക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ക്വിക്കായിട്ടുള്ളതും എന്നാൽ ഒരു ഐ മൊമെൻറ്റ് വെച്ച് നമുക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, അതാണ് ഒരു സ്കാനിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഇൻറ്റൻസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നാരോ ടൈപ്പ് ഓഫ് റീഡിങ്ങിനെയാണ് നമ്മൾ ഇൻറ്റൻസീവ് റീഡിങ്ങിൽ പെടുത്തുക. നെക്സ്റ്റ് വരുന്നത് എക്സ്റ്റെൻസീവ്.
എക്സ്റ്റെൻസീവ് എന്ന് പറയുമ്പോൾ റീഡിങ് ഫോർ പ്ലഷർ, നമുക്കൊരു ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ റീഡ് ചെയ്യുന്നത്, ആ ടൈപ്പ് ഓഫ് റീഡിംഗ് ആണ് എക്സ്റ്റെൻസീവ്. സോ റീഡിങ് ആർ 4 ടൈപ്സ്: സ്കിമ്മിങ്, സ്കാനിങ്, ഇൻറ്റൻസീവ്, എക്സ്റ്റെൻസീവ് റീഡിങ്. ഓക്കെ, സോ റീഡിങ് ആൻഡ് ദെയർ ഡിഫറെൻറ്റ് ടൈപ്സ് ഈസ് ഓൾസോ. നെക്സ്റ്റ് വരുന്നതാണ് പ്രിൻസിപ്പൽസ് അല്ലെങ്കിൽ 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ. 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് 7 C's, ദാറ്റ് മീൻസ് സി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 7 സാധനങ്ങളുണ്ട്. ഫസ്റ്റ് വൺ ഈസ് കാൻഡിഡ്നെസ്. കാൻഡിഡ്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്ക് ഷുവർ യുവർ മെസ്സേജ് വിൽ ഫ്ലോസ് വെൽ ആൻഡ് ലേഡ് ഔട്ട് ലോജിക്കലി. അതാണ് കാൻഡിഡ്നെസ്സിൽ മീൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ക്ലാരിറ്റി. ക്ലാരിറ്റിയിൽ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗോൾ എന്താണ് അല്ലെങ്കിൽ നമ്മുടെ പർപ്പസ് ഓഫ് മെസ്സേജ് എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്, അതാണ് ക്ലാരിറ്റിയിൽ വിടുക. നെക്സ്റ്റ് വന്നാണ് കംപ്ലീറ്റ്നെസ്. കംപ്ലീറ്റ്നെസ് കൊണ്ട് നമുക്ക് അപ്പോഴേ മനസ്സിലായി കാണും, കംപ്ലീറ്റ് ആയിരിക്കണം. അതായത് അതിനകത്ത് പിന്നീട് ഒരു ഡൗട്ടോ തോന്നാത്ത രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ. ദെൻ വന്നത് കൺസൈസ്. കൺസൈസ് നമ്മുടെ കറക്റ്റ് പറയാനുള്ള പോയിന്റ് അങ്ങനെ തന്നെ ഡയറക്റ്റ് പറയുന്നത്, അല്ലാണ്ട് അത് അങ്ങനെ വന്ന് ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് വരാണ്ട് പറയാനുള്ള കാര്യങ്ങൾ നേരെ ഷോർട്ടാക്കി പറയേണ്ട പോയിൻ്റായിട്ട് സിമ്പിൾ ആൻഡ് ഷോർട്ടായിട്ട് പറയുന്നത്, അതാണ് കൺസൈസിൽ. ഇനി അടുത്തതാണ് കോൺക്രീറ്റ്. കോൺക്രീറ്റ്നെസ് അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ക്ലിയർ ആയിരിക്കണം, പിന്നെ ഫിസി ടൈപ്പ് ആയിരിക്കരുത്, പിന്നെ പ്രൊവൈഡ് ഡീറ്റെയിൽസ് ബട്ട് നോട്ട് ടു മച്ച് ഡീറ്റെയിൽസ്. അതായത് അത് കോൺക്രീറ്റ് ആയിട്ട് നമ്മൾ എന്താ പറയുക, പറയേണ്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, എന്നാൽ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടല്ല, ബട്ട് ഡീറ്റെയിൽ ആണ്, ആ രീതിയിൽ. ഇനി അടുത്ത തന്നെയാണ് 6th വണ്ണാണ് കറക്റ്റ്നെസ്. കറക്റ്റ്നെസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഗ്രാമറിക്കലിയും ആക്യുറേറ്റ്ലിയും എല്ലാം കൊണ്ടും കറക്റ്റായിട്ട് ആയിരിക്കണം പറഞ്ഞിട്ടുണ്ടാവുക. ഇനി അടുത്തതാണ് കോർട്ടസി. അതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് ഷുഡ് ബി പൊളൈറ്റ്, ഫ്രണ്ട്ലി, പ്രൊഫഷണൽ ആൻഡ് ഓപ്പൺ. അതാണ് കോർട്ടസിയിൽ പറയുന്നത്. സോ 7 C's ഓഫ് കമ്മ്യൂണിക്കേഷനാണ് കാൻഡിഡ്നെസ്, ക്ലാരിറ്റി, കംപ്ലീറ്റ്നെസ്, കൺസൈസ്, കോൺക്രീറ്റ്നെസ്, കറക്റ്റ്നെസ്, കോർട്ടസി. സോ പ്രിൻസിപ്പൽസ് അല്ലെങ്കിൽ 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾസോ ഓവർ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ലിസണിങ് ഓർ പ്രോസസ് ഓഫ് ലിസണിങ്. ലിസണിങ് എന്ന് പറയുമ്പോൾ അറിയാലോ എന്താന്ന്. ദെൻ പ്രോസസ്സ് നോക്കുക. അപ്പോൾ പ്രോസസ്സിൽ നമ്മൾക്ക് ആദ്യം ഒരു കേൾക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ആൾ മെസ്സേജ് അയക്കുക ചെയ്യുന്നത്, എന്നാൽ ലിസണിങ്ങിൽ നമ്മൾ ഫസ്റ്റ് കേൾക്കുകയാണ് ചെയ്യുന്നത്. സോ റിസീവറിന് എന്ത് നടക്കണം, ആദ്യം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവണം, ദാറ്റ് മീൻസ് അണ്ടർസ്റ്റാൻഡിങ്. അണ്ടർസ്റ്റാൻഡ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, റിമെമ്പർ ചെയ്യണം. സോ റിമെമ്പർ ചെയ്തിട്ട് അത് വെറുതെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ പോരാ, അതിനെ ഇവാലുവേറ്റ് ചെയ്യണം, ദാറ്റ് മീൻസ് ഇവാലുവേറ്റിംഗ്. എന്നിട്ട് അതിനൊരു ഫീഡ്ബാക്ക് കൊടുക്കുക. This is the process of listening. That first receiving, then understanding, then remembering, then evaluating it, and after that giving a feedback. So ഇതാണ് listening and process of listening. നെക്സ്റ്റ് തന്നെയാണ് ടൈപ്സ് ഓഫ് ലിസണിങ്. ബേസിക്കലി നമുക്ക് 4 ടൈപ്സ് ആണ് ഉള്ളത്. അതായത് ആക്റ്റീവ് ലിസണിങ്, സെലക്റ്റീവ് ലിസണിങ്, എംഫറ്റിക്, ഇഗ്നോറിങ്. ആക്റ്റീവ് നമ്മൾ ഒരാൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആ രീതിയിൽ തന്നെ നമ്മൾ ആക്റ്റീവായിട്ട് കേൾക്കുന്നത്, അത് തന്നെയാണ് ആക്റ്റീവ് ലിസണിങ്. നെക്സ്റ്റ് വന്നാണ് സെലക്റ്റീവ്. സെലക്റ്റീവ് ലിസണിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ബട്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ എന്തൊക്കെ ആലോചിച്ച് പോവാണ്. സോ നമ്മൾ അതിനകത്ത് വിട്ടാണ് കേൾക്കുന്നത്. അതായത് നമുക്ക് വേണ്ട പോർഷൻസ് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്ത് കേൾക്കുകയാണ്. അതാണ് സെലക്റ്റീവ് ലിസണിങ്ങിൽ വിടുക. ദെൻ വന്നതാണ് എംഫാറ്റിക്, പിന്നെ തന്നെയാണ് ഇഗ്നോറിങ്. അങ്ങനെ ഇത് 4 നമ്മുടെ ടൈപ്സ് ഓഫ് ലിസണിങ്ങിന് വരുന്നത്. നെക്സ്റ്റ് വന്നാണ് ബാരിയേഴ്സ് ആൻഡ് ടൈപ്സ് ഓഫ് ബാരിയേഴ്സ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാരിയേഴ്സ് മീൻസ് ഡിസേബിൾ ഓഫ് എ കമ്മ്യൂണിക്കേറ്റർ ടു ഡെലിവർ ദ റൈറ്റ് മെസ്സേജ് ടു റൈറ്റ് പേഴ്സൺ ഇൻ എ റൈറ്റ് ടൈം. അതായത് നമുക്ക് ഒരു മെസ്സേജ് പറയണം, പക്ഷെ അതൊരു എന്താ പറയുക, നമുക്ക് കറക്റ്റ് സമയത്ത് കറക്റ്റ് ആളോട് കറക്റ്റായിട്ടുള്ളൊരു മെസ്സേജ് നമുക്ക് പറയാൻ പറ്റുന്നില്ല ഡ്യൂ ടു സം റീസൺസ്.
ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് ബാരിയേഴ്സ് ഉണ്ട്. ടൈപ്സ് ഓഫ് ബാരിയേഴ്സിൽ നമുക്കൊരു 8 ടൈപ്സ് ഉണ്ട്. ലിംഗ്വിസ്റ്റിക് ബാരിയർ, സൈക്കോളജിക്കൽ ബാരിയർ, ഇമോഷണൽ ബാരിയർ, physical barrier, cultural, organizational, structural, technological, socio-religious. ഇതാണ് നമ്മുടെ 8 types of barriers. Linguistic, psychological, emotional, physical, cultural, technological, socio-religious, and finally organizational, structured. So ഇതാണ് നമ്മുടെ 8 types of barriers എന്ന് പറയുന്നത്. ലിംഗ്വിസ്റ്റിക്, സൈക്കോളജിക്കൽ, ഇമോഷണൽ, ഫിസിക്കൽ, കൾച്ചറൽ, ടെക്നോളജിക്കൽ, സോഷ്യോ-റിലീജിയസ്, ഓർഗനൈസേഷണൽ, സ്ട്രക്ചർഡ് ആണ് നമ്മുടെ ബാരിയേഴ്സും അതിൻ്റെ ടൈപ്പ് ഓഫ് ബാരിയേഴ്സ്. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു 2 ടൈപ്സ് എന്ന് പറയുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷനും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനുമാണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ തന്നെ നമുക്ക് 2 ടൈപ്സ് ഉണ്ട്. വെർബൽ തന്നെ 2 ടൈപ്സ് ഉണ്ട്. വൺ ഈസ് ഓറൽ ആൻഡ് വൺ ഈസ് റിട്ടൺ. ഓറൽ എന്ന് വെച്ചാൽ എന്താണ്? വിത്ത് വേർഡ്സ്, നമ്മൾ വേർഡ്സ് വഴി പറയുന്നത്, അതാണ് ഓറൽ. ഇനി റിട്ടൺ എന്താണ്? ത്രൂ റൈറ്റിംഗ്. ഓക്കെ, ഇതാണ് വെർബൽ. ഇനി നോൺ വെർബലിന് തന്നെ ഇതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. നോൺ വെർബലിൻ്റെ ഫസ്റ്റ് ടൈപ്പാണ് ബോഡി ലാംഗ്വേജ്. ബോഡി ലാംഗ്വേജ്, ദെൻ വൺ ആണ് ടച്ച് ലാംഗ്വേജ്, ദെൻ സ്പേസ് ലാംഗ്വേജ്, ടൈം, സൈൻ. ഇങ്ങനെ 5 ടൈപ്സ് ആണുള്ളത് നോൺ വെർബൽ. ബോഡി ലാംഗ്വേജ്, ടച്ച് ലാംഗ്വേജ്, സ്പേസ് ലാംഗ്വേജ്, ടൈം ലാംഗ്വേജ്, സൈൻ ലാംഗ്വേജ്. സോ വെർബൽ 2 ടൈപ്സ് ആണുള്ളത്, ഓറലും റിട്ടണും. നോൺ വെർബൽ 5 ടൈപ്സ് ആണുള്ളത്. ബോഡി ലാംഗ്വേജ്, ടച്ച് ലാംഗ്വേജ്, സ്പേസ് ലാംഗ്വേജ്, ടൈം ലാംഗ്വേജ്, സൈൻ ലാംഗ്വേജ്. സോ വെർബൽ ആൻഡ് നോൺ വെർബൽ ഇസ് ഓവർ. നെക്സ്റ്റ് വരുന്നതാണ് നോട്ട് ടേക്കിങ്ങും നോട്ട് മേക്കിങ്ങും. നോട്ട് ടേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ഹാപ്പൻസ് വൈൽ ലിസണിങ്. നമ്മൾ കേട്ട് എഴുതുന്ന സാധനമാണ് നോട്ട് ടേക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നോട്ട് മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വായിച്ച് അതിനകത്തുനിന്ന് ഇപ്പോൾ ബുക്സൊക്കെ റെഫർ ചെയ്തിട്ട് നമ്മൾ എഴുതത്തില്ലേ, അതൊക്കെ നോട്ട് മേക്കിങ്ങിൽ തന്നെയാണ്. ഇനി നോട്ട് ടേക്കിങ്ങിൽ വേറൊരു പോയിൻ്റാണ്, നമ്മളിപ്പോൾ ഒരു ക്ലാസ് കേട്ടിട്ട് നമ്മൾ എഴുതുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടേതായ വേർഡ്സിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളെന്താണ് ആ ഒരു പ്രത്യേക ഒരു ലാംഗ്വേജിലായിരിക്കും. ഇപ്പോൾ പ്രത്യേക ഒരു ലാംഗ്വേജ് മാത്രമല്ല, പ്രത്യേക ഒരു പാറ്റേണിലും ആയിരിക്കും നമ്മൾ എഴുതുക. അതൊക്കെ നമ്മുടെ നോട്ട് ടേക്കിങ്ങിൽ വരുന്നതാണ്. നോട്ട് മേക്കിങ്ങിൽ നമ്മൾ പലതരത്തിലുള്ള നമ്മൾ കേട്ടതും വായിച്ചതുമായ ഐഡിയാസൊക്കെ വെച്ചിട്ട് നമ്മൾ നോട്ട് ഉണ്ടാക്കൽ, അതാണ് നോട്ട് മേക്കിങ്ങിൽ വന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ ഓവർ. മൊഡ്യൂൾ 1 ഇത്രയാണ് പറയാനുള്ളത്. ഫസ്റ്റ്, വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ, പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, reading and their different types, principles or 7 C's of communication, listening and their process of listening, types of listening, barriers and their different types, verbal and non-verbal, note taking and note making. So business communication le first module end cheyanu. So see you in the next video.